സുഡാൻ. വെടിയൊച്ചകൾ കേട്ടിട്ടും ഇപ്പോഴും മൗനമാണ് ലോകരാജ്യങ്ങൾ. ചെങ്കടലിന്റെ തന്ത്രപ്രധാനമായ സ്ഥാനം, നൈൽ നദിയിലേക്കുള്ള പ്രവേശന കവാടം എന്നീ നിലയ്ക്കെല്ലാം സുഡാൻ ആരെയും കൊതിപ്പിക്കുന്ന ഒരു രാജ്യമാണ്. പക്ഷേ അമ്പയെ ദരിദ്രരായ ഒരു ജനതയാണ് അവിടെയുള്ളത്. സമ്പന്നമായ സ്വർണ്ണഖനികൾ, വലിയ കാർഷിക സാധ്യതകൾ എന്നിവയെല്ലാം ഉണ്ടെങ്കിലും ഇതിന്റെയൊക്കെ ഉപയോക്താക്കൾ പുറം ശക്തികളാണ്. അതുകൊണ്ട് തന്നെ സുഡാൻ ആഭ്യന്തര കലാപത്തെ അയൽ രാജ്യങ്ങൾ, റഷ്യ, അറബ് രാജ്യങ്ങൾ എന്നിവയെല്ലാം ഏറെ ശ്രദ്ധയോടെയാണ് നോക്കിക്കാണുന്നത്. വലിയ വിഭവശേഷി ഉണ്ടായിട്ടും ദാരിദ്ര്യത്തിന്റെ തീനാളത്തിൽ വീണ ഒരു രാജ്യത്തിലെ ജനങ്ങളെ ആഭ്യന്തര കലാപം 2 ആഴ്ച കൊണ്ട് അതിദാരിദ്ര്യത്തിന്റെ തീപ്പൊയ്കയിലേക്ക് തള്ളിവിട്ട കലാപത്തെ കണ്ട് രസിക്കുകയാണ് വമ്പന്മാർ. അതിന് കാരണവുമുണ്ട്. കലാപത്തിന് നേതൃത്വം നൽകുന്ന 2 സൈനിക മേധാവികളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരായതുകൊണ്ട് തൽക്കാലം ഗ്യാലറിയിൽ ഇരുന്ന് വീക്ഷിക്കുന്നു. എന്നാൽ മറ്റു ചില രാജ്യങ്ങൾ ഭാവി സുഡാൻ സർക്കാരുമായുള്ള ബന്ധത്തെ ബാധിക്കാതിരിക്കാനുള്ള ചിന്തയിലുമാണ്. സമ്പന്നമായ സ്വർണ്ണഖനി, ജലസേചനം തുടങ്ങി നിയമപരവും അല്ലാത്തതുമായ വിവിധ കാര്യങ്ങളിൽ സുഡാനുമായി രഹസ്യ പരസ്യ ബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ലോക രാജ്യങ്ങൾ നിലപാടെടുക്കുന്നതിൽ നിന്ന് മനഃപൂർവ്വം മാറി നിൽക്കുകയാണ്. എന്നാൽ വർഷങ്ങളുടെ പഴക്കമുണ്ട് അധികാരം പിടിച്ചെടുക്കാനുള്ള ബുദ്ധിയുടെ തന്ത്രങ്ങൾക്ക്. കലാപത്തിന്റെ തിരിതെളിഞ്ഞ കഥയുടെ തുടക്കം ഇപ്രകാരമാണ്. 30 വർഷം സുഡാൻ ഭരിച്ച കേണൽ ഉമർ അൽ ബഷീറിന്റെ 30 വർഷം നീണ്ട ഏകാധിപത്യ ഭരണത്തിന് കീഴിലാണ് ഇന്ന് ആഭ്യന്തര യുദ്ധത്തിന് നേതൃത്വം നൽകുന്ന സുഡാൻ സായുധ സേന മേധാവി അബ്ദേൽ ഫത്താഹ് അൽ ബുർഹാനും അർദ്ധ സൈനിക വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് മേധാവി മുഹമ്മദ് ഹംദാൻ ഡഗാലോയും ഉയർന്നു വന്നത്. ഒടുവിൽ 2 പേരും ചേർന്ന് അദ്ദേഹത്തെ അട്ടിമറിച്ച് രാജ്യഭരണം പിടിച്ചെടുത്തു. 2018 ബഷീറിനെതിരെയുണ്ടായ ജനകീയ പ്രക്ഷോഭം മുതലെടുത്ത് 2019 ഏപ്രിലിൽ ബുർഹാനും ഡഗാലോയും ചേർന്ന് അദ്ദേഹത്തെ പുറത്താക്കുകയായിരുന്നു. പ്രക്ഷോഭകരുടെ നേതാക്കളും സായുധ സേനകളും അധികാരം പങ്കുവയ്ക്കൽ കരാറും സോവറിൻ കൗൺസിൽ എന്ന സമിതിയും ഉണ്ടാക്കി സുഡാൻ ഭരിച്ചു. ജനറൽ ബുർഹാൻ സോവറിൻ കൗൺസിലിന്റെ മേധാവി, സിവിലിയൻ നേതാവ് അബ്ദുള്ള ഹംദോയ്ക്ക് പ്രധാനമന്ത്രി. ഇക്കൊല്ലം ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന വ്യവസ്ഥയിലായിരുന്നു ഈ അധികാരം പങ്കിടൽ. പക്ഷേ 2021 ഒക്ടോബറിൽ അടുത്ത അട്ടിമറിയുണ്ടായി. പ്രധാനമന്ത്രിയെ പുറത്താക്കി സുഡാന്റെ ഭരണം ബുർഹാൻ കൈക്കലാക്കി. ഡഗാലോയെ അധികാര ശ്രേണിയിലെ 2ാമനുമാക്കി. ഇക്കൊല്ലം ജൂലൈയിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നതുവരെ മാത്രമാകും ഭരണമെന്ന് പ്രഖ്യാപിച്ചു. ഇതിന് സിവിലിയൻ പ്രതിനിധികളുമായി ഉടമ്പടിയും ഉണ്ടാക്കി. തെരഞ്ഞെടുപ്പ്, സിവിലിയൻ ഭരണം തുടങ്ങിയ വാഗ്ദാനങ്ങൾക്ക് മറ്റൊരു അർത്ഥം കൂടി ഉണ്ടായിരുന്നു. RSFനെ SAFുമായി ലയിപ്പിച്ച് ഒരൊറ്റ സൈന്യമാക്കുക, ആ സൈന്യത്തെ സിവിലിയൻ നിരീക്ഷണത്തിലാക്കുക. ഇതിനുള്ള അന്തിമ ഉടമ്പടി ഈ മാസം ആദ്യം ഒപ്പിടേണ്ടതായിരുന്നു. അപ്പോഴേക്കും ബുർഹാനും ഡഗാലോയും തമ്മിലുള്ള ബന്ധം വഷളായി. RSFനെ 2 വർഷത്തിനുള്ളിൽ സൈന്യത്തിന്റെ ഭാഗമാക്കണമെന്നാണ് ബുർഹാന്റെ കടുംപിടുത്തം. എന്നാൽ ഇതിന് ഡഗാലോ തയ്യാറായില്ല. തൊട്ടു പിന്നാലെ ആഭ്യന്തര കലാപത്തിന് തിരികൊളുത്തുകയും ചെയ്തു. 2003 തുടങ്ങിയ ആഭ്യന്തര യുദ്ധത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് ലക്ഷക്കണക്കിന് ആളുകൾ രാജ്യത്ത് പലയിടങ്ങളിലായി ഇപ്പോഴും അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. ഇവരുടെ ഇടയിലേക്കാണ് മറ്റൊരു ആഭ്യന്തര കലാപം കൂടി എത്തിയതെന്ന് ഓർക്കണം. കലാപം ഇന്ന് സുഡാനെ മാത്രമല്ല മറ്റു പല രാജ്യങ്ങളെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള പ്രശ്നമായും മാറിയിരിക്കുന്നു. ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത് മുതൽ മുഴങ്ങുന്നതാണ് സുഡാനിലെ ഈ വെടിയൊച്ചയെങ്കിലും 2 പട്ടാള മേധാവികൾ നേതൃത്വം നൽകുന്ന ഇപ്പോഴത്തെ സംഘർഷം അത്ര പെട്ടെന്ന് അവസാനിക്കുന്നതല്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇരു വിഭാഗങ്ങൾക്കും പല രീതിയിൽ വിദേശ പിന്തുണയും സൈനിക സാമ്പത്തിക സഹായവും ഒരുപോലെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പരാജയപ്പെടുന്ന സൈനിക മേധാവികൾക്ക് ഒന്നുകിൽ മരണം അല്ലെങ്കിൽ രാജ്യം വിട്ടുപോകൽ എന്ന വ്യവസ്ഥയും വരും. സുഡാന്റെ ശക്തമായ അയൽ രാജ്യം എന്ന നിലയ്ക്ക് ഏറെ ഭീതിയോടെയും ആശങ്കയോടെയുമാണ് ഈജിപ്തും നിലവിലെ അവസ്ഥയെ വീക്ഷിക്കുന്നത്. 2 സൈനിക മേധാവികൾ തമ്മിലുള്ള സംഘർഷം എന്ന നിലയ്ക്ക് ആരുടെ ഒപ്പം നിൽക്കണമെന്ന ആശയക്കുഴപ്പത്തിലാണ് ഈജിപ്ത്. മിഡിൽ ഈസ്റ്റിൽ നിർണായക ശക്തിയായി ഉയർന്നു വരുന്ന UAE സൈന്യത്തിന് സുഡാൻ ആഭ്യന്തര കലാപത്തിന് ഒരു വശത്ത് നേതൃത്വം നൽകുന്ന റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സുമായി അടുത്ത ബന്ധമാണ് ഉള്ളത്. രാജ്യത്തെ 2 വൻ ശക്തികൾ അധികാരത്തിനു വേണ്ടി നടത്തുന്ന പോരാട്ടത്തിൽ ഇതുവരെ 400-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും 5000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വീടും ജീവനോപാധിയും നഷ്ടപ്പെട്ട് പലയിടങ്ങളിലായി കുടുങ്ങിപ്പോയവരുടെ എണ്ണത്തിൽ കണക്കുകളില്ല. വെടിവെപ്പിൽ നിന്നും
സ്ഫോടനങ്ങളിൽ നിന്നും മോഷണത്തിൽ നിന്നും രക്ഷ നേടി പലരും പലായനം ചെയ്തു.